നമസ്കാരം. ഒളിമ്പിക്സ് വിശേഷങ്ങൾ. ലണ്ടൻ ഒളിമ്പിക്സിൽ 45 കിലോ ഗുസ്തിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേരളത്തിന്റെ അഭിമാന താരമായ ഗഫൂർക്ക ഇന്ന് ജപ്പാന്റെ ഹിമോക്കി ഷൂനക്കിയെ നേരിടും. കഴിഞ്ഞ 3 മത്സരങ്ങളിലും തോൽവി അറിയാതെയാണ് ഗഫൂർക്ക ഫൈനലിൽ എത്തിയിട്ടുള്ളത്. ലോകം മുഴുവനുമുള്ള ആരാധകർ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മത്സരം ഇന്ന് രാത്രി 8 മണിക്കാണ്. ഗഫൂർക്കയുടെ മത്സരത്തെക്കുറിച്ച് നാട്ടുകാരിൽ ചിലരുടെ പ്രതികരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒരു സംശയവും വേണ്ട, സ്വർണം ഗഫൂർ കൊണ്ടുവരും. ജപ്പാൻകാരനായ എതിരാളി എന്തും സംഭവിക്കാം. എന്നാലും ഗഫൂർ തന്നെ ജയിക്കണം. ഏതായാലും എല്ലാവരെയും പോലെ നമ്മളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ഒളിമ്പിക്സിൽ ഒരു സ്വർണ്ണ മെഡലുമായി കേരളത്തിന്റെ പൊന്നോമന പുത്രൻ ഗഫൂർക്ക ലണ്ടനിൽ നിന്നും നമ്മുടെ നാട്ടിൽ പറന്നിറങ്ങുമെന്ന്. ഗഫൂർ ഖാനാ ഖാओ, ടേക്ക് യുവർ ഫുഡ്. ഈ ഹിന്ദിക്കാരൻ കോച്ചിനെ കൊണ്ട് തോറ്റല്ല മനുഷ്യൻ. എന്റെ പൊന്നു ഹിന്ദിക്കാരൻ കോച്ചെ, നിങ്ങളെ 5 സ്റ്റാർ ഫുഡ് നമ്മളെ പള്ളക്ക് പിടിക്കൂല. ഞമ്മക്ക് പയഞ്ചോറ് വേണം, പിന്നെ മത്തി മോളിട്ടോ കിട്ടുവോ? അല്ല ഒലക്ക. എങ്ങനെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയ നാട്ടിൽ പോയി പള്ളടിച്ചെന്തെങ്കിലും ഒന്ന് തിന്നായിന്. ഗഫൂർ സാർ നമസ്കാരം. താങ്കൾ ഫിറ്റ് ആണല്ലോ അല്ലേ? പോയിനടാ അവിടുന്ന്, നമ്മളൊരു തുള്ളി പിടിച്ചില്ല. അയ്യോ അതല്ല, മത്സരത്തിന് ഫിറ്റ് ആണല്ലോ എന്ന്. ഓ അങ്ങനെ, അതുകൊണ്ട് വരി. കഴിഞ്ഞ 3 മത്സരത്തിലും പുറത്തെടുത്ത ആ തന്ത്രം തന്നെ നമ്മളിന്നും പുറത്തെടുക്കും. സ്വർണ്ണം ഞമ്മക്ക് തന്നെ. പറച്ചോനെ, ഇനി രസല്ല, അടവ് പുറത്തെടുക്കന്നെ. എക്സ്ക്യൂസ് മീ, വാട്ട്? ഐ ആം ഫ്രം കേരള. ഞമ്മള് കേരളത്തിൽ നിന്നാണ് വരുന്നത്. യൂനോ, അവിടുത്തെ സ്ഥിതി അറിയാൻ എനിക്ക് ഡെങ്കിപ്പനി, പന്നിപ്പനി, H1N1, കോയിപ്പനി, എലിപ്പനി. നമ്മളെ പല്ല് കണ്ടോ? ഇതോടൊരു അറ്റാക്ക് അടിവെച്ചെന്നാണല്ലോ ഈ പറഞ്ഞ സകല പനി എനിക്ക് വരും. യു അണ്ടർസ്റ്റാൻഡ്? മര്യാദക്ക് തോറ്റെന്നാൽ എന്നെ കടിക്കാതെ വിടാം, അല്ലെങ്കിൽ പറച്ചോനാണ് നമ്മള് കടിക്കും. മൈ ഗോഡ്, പ്ലീസ് ലീവ് മീ. അടിച്ചു മോനെ കോള്.